അയാൾ ഞാൻ ബിഗ് ബോസിൽ പോയത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണുമല്ലോ. അപ്പം അതിനു മുമ്പേ എനിക്കൊരു നല്ല പേരിട്ടായിരുന്നു പെൺകോന്തെന്ന്. അപ്പം എന്നോട് ഇവിടുന്ന് പോയപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു നീ അത് പോകുമ്പോൾ ചോദിക്കണം അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചില്ല. കാരണം ഇതൊരു ഗെയിം ഷോ ആണ്, ഞാൻ അതിലൊരു ഗസ്റ്റാന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഞാൻ അല്ലാതെ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ സംഭവം എന്തെന്ന് മനസ്സിലായോ? ബിഗ് ബോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് കേട്ടോ. ബിഗ് ബോസിലെ ബിന്നിയുടെ ഭർത്താവായിട്ടുള്ള നൂബിനാണിത്. നൂബിനെ ഷാനവാസ് പല സ്ഥലങ്ങളിൽ, പല ഇടങ്ങളിൽ, പല സമയങ്ങളിൽ പെൺകോന്തൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഈ സാധനം നൂബിൻ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോഴത്തേന് അതിന്റെ താഴെ വന്ന ആൾക്കൊരു പെങ്കൊന്ത ഡ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരുന്നു. അതിന് ഷാനവാസിനെതിരെയുള്ള കടുത്ത പ്രതിഷേധവുമായിട്ടാണ് നൂബിൻ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. നൂബിന് പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് കേൾക്കാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പയിലും അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ്, ഒരു ഹൃദയമെങ്കിലും കമന്റ് ആയിട്ട് കൂടുതൽ എല്ലാം ഘടിപ്പിക്കുന്നില്ല. വേറെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ്. അപ്പൊ ബിഗ് ബോസ് വിഷയത്തിൽ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോയിലേക്ക് കയറി വരിക, അല്ലാത്തവരും ഞാൻ ഉടനെ മറ്റൊരു വിഷയം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസിൽ ബിന്നി എന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അറിയാത്തവർക്കോട്ടോ ഇത്രയും വിശദീകരിച്ച് ഞാൻ പറയുന്നത്. ഈ ബിന്നിയുടെ ഭർത്താവ് നൂബിൻ, അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇപ്പൊ സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഗ് ബോസിലെ ഷാനവാസ് ഒന്ന് പറഞ്ഞ് രണ്ടിനും നിന്റെ വീട്ടിലുള്ളവരെ പറ, നിന്റെ ഭർത്താവ് മൊണ്ണ, നിന്റെ ഭാര്യ ഷൊണ്ണാപ്പി എന്നും പറഞ്ഞിട്ട് വീട്ടിലുള്ളവരെ പറയുന്ന ഒരു വൃത്തികെട്ട നൊക്ലച്ചിക് ഗെയിമാണ് ഷാനവാസ് അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസിനൊരു മാസ് BGM ഒക്കെ ഇട്ട് ഈ സാധനം പുറത്ത് വരുന്നുണ്ടെങ്കിലും ഷാനവാസിനെ അത് മ്ലേച്ഛകരമായി ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ നൂബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഷാനവാസിന് അറിയില്ലായിരുന്നു കുറച്ചു നാൾ മുമ്പ്. പക്ഷെ ഫാമിലി വീക്കില് നൂബിൻ ആ വീട്ടിലേക്ക് ചെല്ലുകയും 2-3 ദിവസം ആ വീട്ടിൽ താമസിക്കുകയും അന്നേരം ഇവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒരു അടുപ്പം ഉണ്ടാകുകയും ചെയ്തു. എന്നിട്ടും ഷാനവാസ് നൂബിനെ പെൺകോന്തൻ, നിന്റെ ഭർത്താവ് പെൺകോന്തൻ എന്നൊക്കെ പറഞ്ഞു. അത് എന്ത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിനെ പെൺകോന്തൻ എന്ന് വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ, അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു തെറ്റാണോ? അതുകൊണ്ട് ഒരാളെ പെൺകോന്തൻ അല്ലെങ്കിൽ അട്ടിമ എന്നൊക്കെ വിളിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നൂബിൻ ആ വിഷയത്തെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിൽ ഷാനവാസിനെ ഇന്ന് ലാലേട്ടൻ പഞ്ഞിക്കിടുന്ന പ്രൊമോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലുള്ളവരെ വിളിക്കുന്നതിന്. എന്തായാലും നമുക്ക് നൂബിന് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ഈ PR വർക്കിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കുന്ന ഒരു സമയമാണ്. ഈ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശിന് വേണ്ടി അവർ മേടിച്ച കാശിന് കൂറ് കാണിക്കുന്ന ആൾക്കാർ അതിന് വേണ്ടി പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. നൂബിൻ പറയുന്നത് PR വർക്ക് പ്രകാരം നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് PR വർക്കുകാർ മറ്റൊരാളെ താക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്നൊക്കെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂബിനും ബിന്നിയും PR കൊടുത്തിട്ടില്ല എന്നാണ്. PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പുറത്ത് PR-നെതിരെ സംസാരിക്കാനുള്ള സാധ്യതയില്ല. ഈ ബിഗ് ബോസ് വീടിനകത്ത് ഇദ്ദേഹം പോയി കണ്ട് മനസ്സിലാക്കി എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ നൂബിൻ എന്ന് പറയുന്ന ആളൊരു മാന്യനാണ്. ഇദ്ദേഹം വളരെ ഡീസെന്റ് ആയിട്ട് നിന്നു. അതിനകത്ത് ഗെയിം നടക്കുമ്പോൾ സ്വന്തം ഭാര്യയെ പ്രൊവോക്ക് ചെയ്യുകയും മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് വഴക്കുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഈ ടോമാഞ്ചറൊക്കെ കണ്ടുമ്പോൾ ചിരിക്കുന്ന പോലെ ഒരു സ്ട്രാറ്റജിയാണ് ഇതെടുത്തത്. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പുള്ളിക്കാരൻ നമ്മൾ ഈ TV-യിലൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്ന പോലെ തന്നെ ബിന്നിയായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പുള്ളിക്ക് നൂബിന് പൊതുവെ നല്ലൊരു വ്യക്തി എന്നുള്ള പേരാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് കിട്ടിയത്. പുറത്തിറങ്ങി വന്നപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഷാനവാസ് ഫാൻസ്, ഷാനവാസിന്റെ PR ടീം, ഷാനവാസ് മീശ പിരിച്ചിട്ട് ഓരോ സാധനങ്ങൾ പറയുമ്പോഴത്തേന് ആ സാധനത്തിന്റെ വല പിടിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസവും ഈ ഷാനവാസ് എല്ലാവരുടെയും വീട്ടിലിരിക്കുന്നവർ പറയും, കഴിഞ്ഞ ദിവസം ഷാനവാസ് ബിന്നിയോട് ഇതുപോലെ പറഞ്ഞു. ബിന്നി എന്തോ പറഞ്ഞു നിന്റെ വീട്ടിലുള്ള പോലത്തെ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ ഷാനവാസ് നമ്മുടെ സ്ഥിരം പരിപാടി തുടങ്ങി. നിന്റെ പെൺകോന്ന ഭർത്താവ് ഉണ്ടല്ലോ, അവനോട് പോയി പറ, നിന്റെ പെൺകോന്ന ഭർത്താവ് ഉണ്ടല്ലോ. ഈ സാധനം ഷാനവാസ് എടുത്തിട്ട് അടിച്ചു. നമുക്ക് ബാക്കിയും കൂടെ കേട്ടില്ല, അതിലേക്ക് വരാം. ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ 2 ദിവസം മുമ്പ് ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു 50 തവണയല്ല അതിൽ കൂടുതൽ വിളിച്ചു. അപ്പം എല്ലാവരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന്. ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസെ നീ നിന്റെ വീട്ടിൽ ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത്. അതിലെന്താണ് കുറ്റം? അതിലെന്താണ് കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിന്നിയുടെ ഗെയിം അത്യാവശ്യം നല്ല ഗെയിം ആയിരുന്നു തുടക്ക സമയത്ത്. പക്ഷെ പോകെ ബിന്നിയുടെ ഗെയിം ഭയങ്കര ഡൗൺ ആയി വന്നു. ഈ കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് പുള്ളിക്കാരിക്ക് കിട്ടിയപ്പോഴത്തേനും പുള്ളിക്കാരി അപ്പാടെ അടിമട്ട തറമട്ടമായി. അതുകൊണ്ട് പുള്ളിക്കാരുടെ ഗെയിമിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ഇതിനു മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ ഷാനവാസിന് പോയി തൻ്റെ ഭാര്യ അല്ല എന്നൊക്കെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അവിടെ തുടങ്ങിയതാണ് ഷാനവാസ് ഈ നൂബിന്റെ പേര് വലിച്ചിട്ട് നിന്റെ പെൺകൊന്ന ഭർത്താവ്, മൊണ്ണ ഭർത്താവ് എന്നൊക്കെ പറയാനുള്ള സാധനം.
ഇതിനകത്ത് ഷാനവാസിന്റെ ഒരു സ്വഭാവം നമ്മളിങ്ങനെ വീക്ഷിച്ച് നമുക്ക് മനസ്സിലായത്, പുള്ളിക്കാരനെ ട്രിഗർ ചെയ്തിട്ട് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്യും. എന്നെ ഡി എന്ന് വിളിക്കില്ല, നീ പോടി, താൻ പോടി, പോടി, ഡി 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 പപ്പടി പപ്പടി പപ്പടി. ഇതാണ് ഷാനവാസിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഷാനവാസിനെ അങ്ങനെ തന്നെ പോയി ട്രിഗർ ചെയ്തു. ഷാനവാസിന്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഷാനവാസ് തിരിച്ചു പറയുന്നത്. എന്തെങ്കിലും ഇതുപോലെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഷാനവാസിന് മോശമായിട്ട് പറയുമ്പോഴാണ് ഷാനവാസ് തിരിച്ചു പറയുന്നത്. ഷാനവാസിന് ന്യായീകരിക്കില്ല, ഷാനവാസ് ചെയ്യുന്ന വീട്ടുകാരെ പറയുന്ന പ്രവണത തെറ്റാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് ഷാനവാസ് അത് പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആള് ബിന്നി അങ്ങനെ പോയി പറയാൻ പാടില്ല. ഇന്നലെ ബിന്നി ഇറക്കിയ പാട്ട് ഷോ ഉണ്ടായിരുന്നല്ലോ, ജയിലിൽ കിടന്നിട്ട് ക്യാപ്റ്റൻ സൂപ്പർ എന്ന് പറ, ക്യാപ്റ്റൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ തുറന്നു കൊടുത്തുള്ളൊരു സീൻ ബിന്നി ഇറക്കുന്നു. അത് വളരെ മോശം സാധനമാണ്. ബിഗ് ബോസ് ക്യാപ്റ്റന് വിലയില്ല, ഞാൻ കഷ്ടപ്പെട്ട് കളിച്ച് നേടിയ ക്യാപ്റ്റൻസിയാണ്, എന്നെ അനീഷിനോട് മാത്രം പോയി മൂത്രിച്ചിട്ട് വരാൻ പറയും എന്നും പറഞ്ഞിട്ട് ബിന്നി ഒരു സൂത്രം ഇറക്കിയായിരുന്നു. അതും വളരെ മോശമായിപ്പോയി. അപ്പോൾ ബിന്നിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ഷാനവാസ് ബിന്നിയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്ത ഒരാളാണ്. ക്യാപ്റ്റനായിട്ട് ബിന്നി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കൊച്ചച്ഛൻ്റെ ഇളയച്ഛൻ്റെ മോൻ്റെ വലതുവശത്തിരിക്കുന്ന ഭാഗമാണെന്നാണ് ബിന്നി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ബിന്നിക്ക് ഒരു ചെറിയ അഹങ്കാരം വന്നിട്ടുണ്ട്. ബിന്നിക്ക് തുടക്കത്തിൽ എനിക്ക് ബിന്നി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ബിന്നി ഇഷ്ടമാണ്. പക്ഷെ ബിന്നിയുടെ ഗെയിമിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നു. ഇപ്പൊ 2 കിട്ടിയത് നന്നായി, പക്ഷെ ഇദ്ദേഹത്തെ പിടിച്ചൊളിച്ചേരേണ്ട കാര്യമില്ലായിരുന്നു, നൂബിനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് അതിനകത്ത് ഫാമിലികൾ വന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫാമിലി ഒരാളായിരുന്നു ഈ നൂബിൻ. ഇദ്ദേഹം അകത്ത് വന്നപ്പോഴും അവരുടെ തമ്മിൽ ഒരു ബോണ്ടൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു. നമുക്ക് ബാക്കിയേക്കാം. ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവന്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാർ ആരും ഇല്ലല്ലോ. അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ അടുത്ത് പറയുന്നതെന്നാ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂബിൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തണ്ടായിരുന്നു. കാരണം അതൊരു ഗെയിമായിട്ട് കാണുന്നു എന്ന് നൂബിൻ ആദ്യം തന്നെ പറയുകയും ഇതൊരു ഗെയിമിന്റെ ഭാഗം തന്നെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവരെല്ലാം മറ്റേ തോളക്കൂടെ കയറ്റ് പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുകത്തരുമോ അള്ളിയ എന്ന് പറഞ്ഞിട്ട് നടക്കും. അതുപോലെ കമ്പനിയാവും. ഇതെല്ലാം അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. മറ്റൊരാളെ ഏത് തരത്തിൽ പ്രൊവോക്ക് ചെയ്താൽ അവർ പ്രൊവോക്ക് ആകും എന്നത് തന്നെയാണ് ഈ ബിഗ് ബോസ് ഗെയിം. സോ അങ്ങനെ തന്നെ നൂബിന് കാണാമായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസിന് വീടിനകത്തേക്ക് ചെന്നപ്പോൾ നൂബിന് ആ ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. നൂബിന് ചെയ്തില്ല. നൂബിനപ്പോൾ അത് വളരെ മാന്യനായ ഒരു ഗസ്റ്റ് ആയിട്ട് തന്നെ നൂബിന് നിന്നു. സോ പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഷാനവാസിനെതിരെ ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് ഈ കമന്റ് ബോക്സിൽ വരുന്ന സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. നമുക്ക് ബാക്കിയേക്കാം. വരുമ്പോൾ രാത്രി 11 മണി 12 മണിയൊക്കെ ചില ദിവസങ്ങളാവും, മിക്കവാറും നൈറ്റ് ആവും. അപ്പം ഞാൻ അവൾക്ക് ഓഫ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പെൺകോന്തൻ എന്ന് വിളിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇവർ രണ്ടും സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവർ വർക്ക് ചെയ്തിട്ട് നൂബിൻ ചിലപ്പോൾ പെട്ടെന്ന് വരും, ബിന്നി വരാൻ ലേറ്റ് ആവും, 12 മണിയാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യും കേട്ടോ? ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പം ആസ് എ പാർട്ട്ണറിൽ വെച്ച് അവൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അത്രയും പണിയൊന്നുമില്ല. അപ്പം ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ ഒരു കാരണം കൊണ്ടാണോ അവൻ ഷാനവാസ് എന്നെ പെൺകോന്തെന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സാധനം എങ്ങനെ ഷാനവാസിന് അറിയാം? എനിക്കറിയാൻ പാടില്ല ഇതവിടെ ചർച്ച ചെയ്തിട്ടുണ്ടോ. ഇതൊന്നുമല്ല സംഭവം. പ്രിയ നൂബിനെ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഒന്നുമില്ല. പ്രൊവോക്ക് ചെയ്യാനായിട്ട് നിന്റെ കെട്ടിയവനെ പറഞ്ഞാൽ കൊള്ളും, സോ നിന്റെ കെട്ടിയവനെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് കൂടുതൽ കഥയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഒരു സെൻസിൽ ഒന്നെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പറയാം. പക്ഷെ നൂബിൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഭാര്യ വരാൻ താമസിക്കും, അല്ലെങ്കിൽ അവൾ ക്ഷീണിക്കും, അതുകൊണ്ട് ഞാൻ സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഒരാൾ പെൺകോന്തൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവനെ വെറും മെയിൽ ഷോവനിസ്റ്റ് എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. അത് ഇപ്പൊ കാലം മാറിയേ. അപ്പൊ അതൊന്നും അല്ല സീൻ. എന്നെ പറഞ്ഞു, എനിക്കെന്നാലും പറയുക, ഇത്ര ഉള്ള സാധനം. ഇതിനകത്ത് ബിന്നി മോശമൊന്നുമല്ല, നമ്മുടെ ഷാനവാസം മോശമൊന്നുമല്ല, അക്ബർ മോശമൊന്നുമല്ല, ആരും മോശമൊന്നുമല്ല. പറഞ്ഞു, തിരിച്ചു പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലൊരു ചകട ഉണ്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് വിവരമില്ലാത്ത കുറെ PR ടീം വന്നിട്ട് അവനെ പെൺകോന്തെന്ന് വിളിച്ചു ചോദിക്കും. അപ്പോഴേ അവന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇടുന്നതാണ് നൂബിൻ ഇപ്പൊ കൊണ്ടത്. അതുകൊണ്ടാണ് PR-നെ പുള്ളി പറഞ്ഞത്. അപ്പം അവൻ അങ്ങനെയായിരിക്കും. അവൻ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത്. ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും തിരിച്ച് അവരുടെ വീട്ടിലെ കാര്യം പറഞ്ഞില്ലയോ? ഇതേപോലൊരു സാധനമാണ് അവിടെ സംഭവിച്ചത്. ബിന്നി ഇതേപോലെ സാധനമാണ് പറഞ്ഞത്. അതിന് ഷാനവാസ് റിയാക്ട് ചെയ്ത രീതി എങ്ങനെ പോയെന്നുള്ളതേ ഉള്ളൂ. അതൊരു പ്രൊവോക്കിംഗ് ഗെയിമാണ്. ഇന്ന് ലാലേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ആ വിഷയം എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഇനി നേരത്തെ ഈ ഷാനവാസും സീരിയൽ ആർട്ടിസ്റ്റാണ്, ബിന്നിയും സീരിയൽ ആർട്ടിസ്റ്റാണ്, നൂബിന് സീരിയൽ ആർട്ടിസ്റ്റാണ്. ഇവർ തമ്മിൽ നേരത്തെ ത്രികോണ മധ്യേ അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അതുകൊണ്ടാണോ ഞാൻ കുക്ക് ചെയ്യുന്നെന്നുള്ള കാര്യം ഷാനവാസ് അറിഞ്ഞിട്ട് ഷാനവാസ് അത് മനസ്സിൽ വെച്ചിട്ട് ബിന്നിയോട് പെൺകൊന്ന് അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കറിയാൻ പാടില്ല. അത് ചുമ്മാ അന്നേരത്തെ ഫ്ലോയിൽ ഷാനവാസ് അടിച്ചാൽ വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും തോന്നുന്നില്ല. നോക്കില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല. വളരെ നല്ല കാര്യം. താങ്കൾ ഒരു മാതൃകാ ഭർത്താവാണ്. താങ്കൾ ഒരു വളരെ മാന്യനായിട്ടൊരു വ്യക്തിയായിരുന്നു. താങ്കൾ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ എനിക്ക് താങ്കളോട് വളരെയധികം റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. കാരണം
താങ്കൾക്ക് അതിനകത്ത് പല തരത്തിലുള്ള ക്രൂക്കഡ് വൃത്തികെട്ട ഗെയിമും കളിക്കായിരുന്നു. പക്ഷെ വളരെ മാന്യമായിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും അറിയാത്ത പോലെ വന്നു. പക്ഷെ സാബുമാനെക്കാട്ടിലും രേണുസുദീനെക്കാട്ടിലും സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു കണ്ടസ്റ്റന്റ് ആക്കാമായിരുന്നു അവർക്ക്. ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത്. കാരണം ഈ പെമ്പിള്ളാർക്ക് കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായോ? ഇതിനകത്ത് എനിക്കിത് മനസ്സിലായത്, നൂബിൻ ഇത് വേറെ പോലെ ഫീൽ ചെയ്തു, അല്ലാതെ വേറെ കഥയൊന്നും ഇതിനകത്തില്ല. അതായത് പുള്ളിയെ സ്ഥിരം പെൺകോന്തൻ എന്ന് പറയുകയും ഈ പെൺകോന്തൻ എന്ന് പറയുന്നത് ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഷാനവാസിന്റെ ഫാൻസ് വരികയും അല്ലെങ്കിൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഷാനവാസിന്റെ PR ടീം വരികയും അവര് ഈ നൂബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടു. അതിന്റെ താഴെ വന്നിട്ട് പെങ്കൊന്ത ഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റുകൾ ഇട്ടു. ഈ കമന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു സാധനം വന്നത്. ഞാൻ ഒരു 2 കമന്റ് വായിക്കാവേ, ഞാനിവിടെ വെക്കുന്നില്ല, ഞാൻ വായിക്കാം. ഗെയിം ആണെങ്കിലും ആണുങ്ങളുടെ അടുത്ത് അമിതമായ അഹങ്കാരമാണ് ബിന്നി കാണിച്ചത്. അതുകൂടെ നൂബിൻ ഓർക്കണം. ഏതാ മറ്റേ ജയിലിൽ കിടന്ന് നിനക്ക് ഇച്ചീച്ച് മുള്ളണമെങ്കിൽ നീ ക്യാപ്റ്റൻ ചൂപ്പറാന്ന് പറഞ്ഞിട്ട് നീ സോറി പറഞ്ഞ ആ ഒരു സാധനത്തിനാണ് ഉദ്ദേശിച്ചത്. അതാണ് ബിന്നിക്ക് നല്ല നെഗറ്റീവ് ആയ ഒരു സാധനം. മറ്റൊരു കമന്റ്, ക്യാപ്റ്റൻസി പദവി കിട്ടിയപ്പോൾ ബിന്നി ഓർത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ് ഈ പദവി ഒക്കെയാണ് കിട്ടിയത് എന്നോർത്ത് പ്രവർത്തിച്ചു, അതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിച്ചത്. ക്യാപ്റ്റൻസി കിട്ടിയപ്പോഴത്തേനും മുടിചൂട മന്നൻ ഇത്രയും അഹങ്കാരമായത് ബിന്നിക്ക് പറ്റിയ വലിയൊരു തിരിച്ചടിയാണ്. അത് ബിന്നിക്കയുടെ വോട്ടിങ്ങിനെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ആദ്യം നൂബിൻ പറഞ്ഞത് വെച്ചിട്ട് ബിന്നിക്ക് മറ്റേ PR വർക്ക് ഇല്ല, അതുകൊണ്ട് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. PR വർക്ക് കൊടുത്തിട്ടുള്ള മരവാഴികളൊക്കെ അതിനകത്ത് കുറെ നാളിക്കും, കഴിവുള്ള ഒനീലിനെ പോലുള്ളവരെല്ലാം പുറത്തു പോകും. എന്തായാലും ഇത് നൂബിനെ താങ്കൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ബിന്നി ഇഷ്ടമാണ്, നിങ്ങൾ അകത്ത് പോയപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ബോണ്ടൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. ഇത് ആ ഗെയിമായിട്ട് അങ്ങ് വിടുക, അത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ.